ഹായ് ഓൾ, വെൽക്കം ടു HGB. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ സർക്കിൾസിൻ്റെ തിയറംസ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ തിയറംസ് ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിയറംസ് നന്നായിട്ട് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസോട്ട് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇൻ ദ ഗിവൺ ഫിഗർ O ഇസ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ആണ് O. ഇനി എന്താ പറയുന്നത്? വിത്ത് റേഡിയസ് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസിൻ്റെ മെഷർമെൻറ്റ് 13 ആണ്. ആൻഡ് AB ഈസ് എ കോഡ് പെർപെൻഡിക്കുലർ ടു OD. അപ്പം AB ഈസ് എ കോഡ് പെർപെൻഡിക്കുലർ ടു OD. ഓക്കെ, OD പെർപെൻഡിക്കുലർ ടു എന്താ? AB എന്ന് പറയുന്നുണ്ട്. O സെൻറ്റർ ആണ്. പിന്നെ CD 8 ആണ്. CD 8. ഓക്കെ, CD 8 ആണെന്നുണ്ടെങ്കിൽ OC മെഷർമെൻറ്റ് എന്തായിരിക്കും? നമുക്കറിയാം സെൻറ്റർ ടു ബൗണ്ടറി റേഡിയസ് അല്ലേ? റേഡിയസ് ഇവിടെ 13 വന്നിട്ടില്ലേ? റേഡിയസ് 13 ആണ്. ഇപ്പോൾ ഇവിടുന്ന് OD മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 13 ആണ്. അല്ലാതെ ഇവിടെ 8 പോയി. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ എന്ത് വരും? OC മെഷർമെൻറ്റ് 5 വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പം 5 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 5 + 8 13 ആണ് റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് മൊത്തം ഫിഗറിൽ മാർക്ക് ചെയ്യുക. ഇനി വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AB ചോദിക്കുവാണ്. ABയുടെ മെഷർമെൻറ്റ് നമ്മളിത് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്ത് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. ഏത് തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ച തിയറമാണ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും കോഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ വെറും പെർപെൻഡിക്കുലർ മാത്രമല്ല, അത് പെർപെൻഡിക്കുലർ ബൈസെക്ട് കൂടി ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി സർക്കിളിൻ്റെ റേഡിയസ് 13 എന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തൂടെ? സർക്കിളിൻ്റെ റേഡിയസ് 13 ഇങ്ങനെ മാർക്ക് ചെയ്തൂടെ? ഇനി നിങ്ങൾ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈറ്റ് 5, ഹൈപ്പോട്ടനസ് 13. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസ് എന്ത് വരും? പൈതോറൻ ട്രിപ്ലറ്റിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. 5, 12, 13 ഒരു പൈതോറൻ ട്രിപ്ലറ്റ് ആണ്. 5, 12, 13 ഒരു പൈതോറൻ ട്രിപ്ലറ്റ് ആണ്. അതിൽ 13 എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. ഹൈറ്റ് 5 ആണെന്നുണ്ടെങ്കിൽ ബേസ് എന്ത് വരും? 12. ഓക്കെ, ഇത് 12 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും എന്തിനു വരും? 12 വരും. കാരണം സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ സൈഡിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോഡിൻ്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 12 + 12 24 ആയിരിക്കും കോഡിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്. തിയറംസ് അറിയാവുന്നുണ്ടെങ്കിൽ ഏത് തിയറം വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ABC ആർ 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ഒരു സർക്കിളിലെ ബൗണ്ടറിയിലെ 3 പോയിന്റ്സ് ആണ് എയും ബിയും സി. സച്ച് ദാറ്റ് ആംഗിൾ ABC = 35, ആംഗിൾ BAC = 85. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. സർക്കിളിലെ ബൗണ്ടറിയിൽ ഒരു 3 പോയിന്റ്സ് ഉണ്ട്. ആ 3 പോയിന്റ്സ് കണക്ട് ചെയ്ത് നമുക്കൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ആ ട്രയാങ്കിളിൽ വരുന്ന 2 ആംഗിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അത് വെച്ച് ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ സർക്കിൾ എടുത്തു. ഈ സർക്കിളിനകത്ത് ഞാൻ 3 പോയിന്റ്സ്, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ 3 പോയിന്റ്സ് എടുക്കുന്നു. ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവിടെ 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ABC ആർ 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ സച്ച് ദാറ്റ്. ഇനി ഞാനത് ട്രയാങ്കിളായിട്ട് ഫോം ചെയ്യുന്നു. ഇനി നമുക്ക് ആംഗിൾസ് മാർക്ക് ചെയ്യാമല്ലോ. ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ആംഗിൾ ABC 35, ABC ഈ ആംഗിൾ 35, ആംഗിൾ BAC 85, ഈ ആംഗിൾ 85. ഇനി വാട്ട് ഇസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആർക്ക് AB? അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ ഇവിടെ O മാർക്ക് ചെയ്യുവാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഞാൻ O ആയിട്ട് മാർക്ക് ചെയ്തു. വാട്ട് ഇസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആർക്ക് AB? AB എന്ന് പറയുന്ന ഒരു ആർക്ക് സർക്കിളിൻ്റെ AB എന്ന് പറഞ്ഞ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ഈ ആംഗിളാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദി ആംഗിൾ സബ്റ്റൻഡ് ബൈ ആർക്ക് AB അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ? ഇതാ ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചൂടെ? നിങ്ങൾക്ക് ഈ ട്രയാങ്കിളിലെ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഈ 2 ആംഗിൾസ് അറിയാവുന്നുണ്ടെങ്കിൽ 3ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. 85 + 35 120 ആണ്. അത് 180 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ 60 കിട്ടും. ഇനി നമ്മുടെ തിയറം ആലോചിച്ച് നോക്കുക. AB എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ആർക്ക്, ആ ആർക്ക് മേജർ സെഗ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണെങ്കിൽ അതേ കോഡ് അല്ലെങ്കിൽ അതേ ആർക്ക് സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ
ഇതിൻ്റെ ഡബിൾ ആയിരിക്കത്തില്ലേ? നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ ആംഗിൾ എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 120 ഡിഗ്രി. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫിഗർ കൃത്യമായിട്ട് വരയ്ക്കുക, പറയുന്ന മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. Next question. The length of the two chords AB and AC of a circle are 8 cm and 6 cm. ഓക്കെ, അപ്പോൾ രണ്ട് കോഡ്സ് ഉണ്ട്. ആ രണ്ട് കോഡ്സിൻ്റെ മെഷർമെൻറ്റ് 8ഉം 6ഉം ആണ്. എന്നിട്ട് പറയുന്നുണ്ട് ആൻഡ് ആംഗിൾ BAC 90. അപ്പോൾ ആ കോഡ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ആ കോഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഓക്കെ, ABAC സൈഡ് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ആ കോഡ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 9 ഡിഗ്രി വരും എന്ന് പറയുന്നുണ്ട്. എപ്പോഴാണ് കോഡ്സ് 9 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്? എപ്പോഴാണ് ഒരു കോഡ് ട്രയാങ്കിളിനകത്ത് 9 ഡിഗ്രി ഉണ്ടാക്കുന്നത്? എപ്പോഴായിരിക്കും? ഓർമ്മയുണ്ടോ? ഒരു കോഡ്, നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുത്തു. ഞാൻ എന്താ ഇവിടെ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ കോഡ് അതിൻ്റെ മേജർ സെഗ്മെൻറ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും അക്യൂട്ടും അതിൻ്റെ മൈനർ സെഗ്മെൻറ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും ഒബ്റ്റ്യൂസും ആയിരിക്കും. എപ്പോഴാണ് 9 ഡിഗ്രി ഫോം ചെയ്യുന്നത്? 90 ഡിഗ്രി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് എന്തായിരിക്കണം? ഈ ഒരു കോഡ് ഡയാമീറ്റർ ആയിട്ട് വന്നാൽ മാത്രമേ അവിടെ 90 ഡിഗ്രി ഫോം ചെയ്യത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ആംഗിൾ BAC 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ BAC 90 ഡിഗ്രി എന്ന് തന്നിരുന്നാൽ അതിൽ ആംഗിൾ എയുടെ സ്ഥാനത്താണ് 9 ഡിഗ്രി വരുന്നത്. ആംഗിൾ എയുടെ സ്ഥാനത്ത് 9 ഡിഗ്രി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 9 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്, 9 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതായിരിക്കും? BC ആയിരിക്കും. ആംഗിൾ എയുടെ സ്ഥാനത്തായിരിക്കും 9 ഡിഗ്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ആ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? BC. സൈഡ് BC ആയിരിക്കും. ആ BC എന്തായിരിക്കണം? ഡയാമീറ്റർ ആയിരിക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഫിഗർ വരയ്ക്കാൻ. അപ്പം നമ്മുടെ ഫിഗർ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതായിരിക്കും നമ്മുടെ സർക്കിള്. അതിൽ ആംഗിൾ BAC 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു കോഡ് അല്ലെങ്കിൽ ആ സൈഡ് എന്ന് പറയുന്നത് BC ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് വരും? ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 വരും. ഓക്കെ, അങ്ങനെ ഇവിടെ നമുക്ക് A മാർക്ക് ചെയ്യാം. ഇതാണ് ഫിഗർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നോക്കിയേ, ഇത് ഡയമീറ്റർ ആണെങ്കിൽ മാത്രമേ ഇവിടെ 90 ഡിഗ്രി വരത്തുള്ളൂ. ഇപ്പോൾ ആംഗിൾ BAC 90 വന്നു, BC ഡയമീറ്റർ ആയിട്ട് വരും. ഇനി ബാക്കി സൈഡ്സ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. AB 8 ആണ്, AC 6 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് ദി സർക്കിളാണ്. നമുക്ക് ഡയമീറ്റർ കിട്ടത്തില്ലേ? അതുകൊണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ബേസ് 8ഉം ഹൈറ്റ് 6ഉം ആണെങ്കിൽ ഹൈപ്പോണസ് എന്തായിരിക്കും? 10 ആയിരിക്കും. ഹൈപ്പോണസ് എന്ന് പറയുന്നത് ഇവിടെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഡയമീറ്റർ 10 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 വരും, ഇവിടെ 5 വരും. റേഡിയസ് അപ്പം 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഫിഗർ വരയ്ക്കുന്നതിലാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഓക്കെ, ഫിഗർ പ്രോപ്പറായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ABCD is a cyclic quadrilateral and O is the center of the circle. എന്നിട്ട് കുറേ ആംഗിൾസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇവിടെ നോക്കിയേ, അപ്പോൾ ഞാൻ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുവാണേ. ഓക്കെ, ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിൽ COD 140 ഡിഗ്രിയാണ്. COD. ഓക്കെ, O ഇസ് ദി സെൻറ്ററാണ്. O സെൻറ്ററാണ്. ഓക്കെ, ഇനി ABCD ഇതാണ് നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ അതിൽ COD 140 ഡിഗ്രിയാണ്. COD 140 ഡിഗ്രി. ഓക്കെ, ഞാൻ ഇതൊക്കെ 140 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, COD 140 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ഇവരെന്താ പറയുന്നത്? ആംഗിൾ BAC 40 ഡിഗ്രി. BAC. ഓക്കെ, നെയിമിംഗ് കൊടുത്തതിൽ പ്രശ്നമില്ല. BAC 40 ഡിഗ്രി. ഓക്കെ ആണല്ലോ. കണ്ടുപിടിക്കേണ്ടത് BCD ആംഗിളാണ്. BCD ഇതാ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. BCD ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. BAC ആണ് 40. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. BAC ആണ് 40. ഈ ആംഗിളാണോ 40? ഈ ആംഗിൾ അല്ല 40. BAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബി എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ആംഗിളാണ് 40, ബി എ സി. ഓക്കെ, ബി എ സി 40 ഡിഗ്രി. ഇനി ശരിയായി നോക്കിയേ, ബി എ സി 40, സി ഒ ഡി 140. ഓക്കെ, ബി സി ഡി ഇതാണ്ട്, ബി സി ഡി ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയേ, ഫിഗർ കൃത്യമായിട്ട് വരച്ചു, ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്ത്, ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നല്ല നോക്കിയേ. ഇവിടെ നോക്കുക, ദാ ഈ ഒരു കോഡ് സി ഡി എന്ന് പറഞ്ഞ കോഡ് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 140 ആണെന്നുണ്ടെങ്കിൽ ഇതേ കോഡ് അതിൻ്റെ മേജർ സെഗ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഈ ഒരു കോഡ് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 140 ആണെങ്കിൽ ഇതേ കോഡ് മേജർ സെഗ്മെൻറ്റായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, ഈ ഒരു കോഡ് മേജർ സെഗ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 70 ആണെന്നുണ്ടെങ്കിൽ അതേ കോഡ് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതിന് ഡബിൾ ആയിരിക്കത്തില്ലേ? ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിവിടെ 70 കിട്ടി. ഇനി ഈ ആംഗിളല്ലേ കണ്ടുപിടിക്കേണ്ടത്, ഈ മൊത്തത്തിലുള്ള ഈ വലിയൊരു ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. അപ്പം ഇത് 40 + 70, ഇത് മൊത്തത്തിൽ നമുക്ക് 110 വരുന്നുണ്ട്. ഇത് മൊത്തത്തിൽ 110 ആണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഈ ആംഗിൾ എന്തായിരിക്കും? 180 എന്ന് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് എന്ത് വരും? 70 എന്ന് പറഞ്ഞു വരും. ഓക്കെ ആണല്ലോ, 180 - 110 70 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്തതും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വെച്ചുള്ള ക്വസ്റ്റൻ ആണ്. എ ബി സി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിൽ എ ബി ഡയമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം വരയ്ക്കുക. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററിനകത്ത് എ ബി എന്ന് പറയുന്ന സൈഡ് എന്താ? ഡയമീറ്റർ ആണ്. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്റർ എങ്ങനെ വരും? ഒന്നെങ്കിൽ എ ബി സി ഡി ഇവിടെ വരണം, മുകളിൽ വരണം, അല്ലെങ്കിൽ ഫിഗർ താഴെ വരണം. ആ രീതിയിലേ വരത്തുള്ളൂ ഫിഗർ. അപ്പോൾ ഞാൻ ഇവിടെ സി ഇവിടെ മാർക്ക് ചെയ്യുന്നു, ഡി ഇവിടെ മാർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിയും ഡിയും താഴെ മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. ഓർഡറിലായിരിക്കണം, നെയിമിങ് ഒരു ഓർഡറിലായിരിക്കണം. അങ്ങനെ ഞാൻ സൈക്ലിക് ക്വാഡ്രിലാറ്റർ വരച്ചു. ഇനി തനിയെ ചെയ്ത് നോക്കുക, തനിയെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ എക്സ്പ്ലനേഷൻ കാണാവുള്ളൂ. ഇനി സി എ ബി 48, സി എ ബി 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ ആംഗിളാണ് 48 ഡിഗ്രി. ഇനി എ ബി ഡയമീറ്റർ ആണ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആംഗിൾ എ ഡി സി? ദാ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇത് ഡയമീറ്റർ ആണ്. ഓക്കെ, ദാ ഈ ആംഗിൾ എന്ത് വരും? ഡയമീറ്റർ നമ്മൾ പഠിച്ചതാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ is 10 ഡിഗ്രി എന്ന് പഠിച്ചു. ഇത് ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ഡയമീറ്റർ, ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അല്ലെങ്കിൽ ഈ ഒരു കോഡ് ഡയമീറ്റർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. നമുക്കിനി ഈ ആംഗിളല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് അറിയാം. ആ രണ്ട് ആംഗിൾസ് വെച്ച് ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് ആംഗിളുടെ സംബന്ധം വരും 90 + 48. 90 + 48 നമുക്ക് 138 വരും. അത് 180 എന്ന് കുറയ്ക്കുക. 180 എന്ന് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആംഗിൾ ബിയുടെ സ്ഥാനത്ത് 42 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സം 180 അല്ലേ? അപ്പം 180 - 42 ചെയ്യുക. 180 - 42 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 130 കിട്ടും. അതായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. 130 ഡിഗ്രി ആയിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പോൾ മനസ്സിലായോ? ഇന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഇത് മിക്കവരും തെറ്റിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഫിഗർ വരച്ച് നോക്കുക. ഓക്കെ, എല്ലാവരും ഫിഗർ വരച്ച് നോക്കുക. ഫിഗർ വരച്ചതിന് ശേഷം മാത്രമേ എക്സ്പ്ലനേഷൻ കാണാവുള്ളൂ. അപ്പോൾ ഫിഗർ ഒന്ന് വരച്ച് നോക്കി, വീഡിയോ പോസാക്കി വയ്ക്കുക, എന്നിട്ട് ഫിഗർ വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ മിക്കവാറും ഓൾമോസ്റ്റ് 90% സ്റ്റുഡൻസും ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം നിങ്ങൾ വരയ്ക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഫിഗർ ആയിരിക്കും എല്ലാവരും വരച്ച് വയ്ക്കുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഫിഗർ അല്ല ഇവിടെ വരുന്നത്. ശ്രദ്ധിച്ചു വായിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഓൾ സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ടച്ച് എ സർക്കിൾ എന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ സൈഡും സർക്കിളിനെ ടച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ സൈഡും സർക്കിളിനെ ടച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഫിഗർ? സർക്കിള് ക്വാഡ്രിലാറ്ററിനകത്ത് വരും. സർക്കിള് ക്വാഡ്രിലാറ്ററിനകത്ത് വരുമ്പോഴേ എല്ലാ സൈഡും ടച്ച് ചെയ്യത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഫിഗർ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഫിഗർ ഇങ്ങനെ വരും. സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ, അങ്ങനെ വരും ഫിഗർ. ഇങ്ങനെ ആയിരിക്കും ഫിഗർ വരുന്നത്. ഓക്കെ ആണല്ലോ.
ഓക്കെ, ഇങ്ങനെയായിരിക്കും ഫിഗർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ് എ ബി സി ഡി, എ ബി സി ഡി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. പ്രോപ്പർട്ടി ഇവിടെ ശ്രദ്ധിക്കുക. പിന്നെ സർക്കിൾ ഇസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ സൈഡും സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുമ്പോൾ ക്വാഡ്രിലാറ്ററിൻ്റെ സൈഡല്ല ടച്ച് ചെയ്യുന്നത്, ക്വാഡ്രിലാറ്ററിൻ്റെ വേർട്ടിസസ് ആണ് സർക്കിളിനെ ടച്ച് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഞാൻ എന്താ ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ്. ഈ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് 2 ടാൻജൻസ് വരച്ചിരിക്കുമല്ലേ. ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് 2 ടാൻജൻസ് വെച്ചിട്ടുണ്ട്. ആ ടാൻജൻസിന് മെഷർമെൻറ്റ് സെയിം ആയിരിക്കത്തില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം സ്മോൾ ട്രേ ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും, സ്മോൾ ട്രേ ആയിരിക്കും. എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് വരയ്ക്കുന്ന 2 ടാൻജൻസ് മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. ഇനി ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ് ബി. ഈ പോയിന്റ് ബിയിൽ നിന്ന് 2 ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ബി ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും, ഈ ഒരു മെഷർമെൻറ്റ് എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതുപോലെ ഇവിടെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ടാൻജൻറ്റ് പോയിട്ടുണ്ട്, ഇങ്ങോട്ടൊരു ടാൻജൻറ്റ് പോയിട്ടുണ്ട്. ഈ 2 ടാൻജൻസ് മെഷർമെൻറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് സി ആണെന്നുണ്ടെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും, സി ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് പോയിട്ടുണ്ട്. ആ 2 ടാൻജൻസ് മെഷർമെൻറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് ഡി ആണെന്നുണ്ടെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും, ഡി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇനി നിങ്ങൾ ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കിയേ. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി പ്ലസ് സി ഡി ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. എ ബി പ്ലസ് സി ഡി നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പം എ ബി പ്ലസ് സി ഡി ആ 2 സൈഡ് മെഷർമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ്. അതുപോലെ നിങ്ങൾ ഈ 2 സൈഡ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. ഈ 2 ഓപ്പോസിറ്റ്സ് ആഡ് ചെയ്ത് നോക്കിയേ. ഏതൊക്കെയാണ്, എ ഡിയും ബി സിയും. എ ഡി പ്ലസ് ബി സി ആഡ് ചെയ്ത് നോക്കിയേ. അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി തന്നെ കിട്ടുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? വെൻ എ സർക്കിൾ ഇസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് റിസൾട്ടായിട്ട് പഠിച്ചു വെച്ചേക്കുക. എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി. ഇങ്ങനൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു എന്തായിരിക്കും, എ ഡി പ്ലസ് ബി സി ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് സെയിം ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റിനോട്ട് വരിക. ഇത് പ്രോപ്പർട്ടി ആയിട്ട് നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ക്വസ്റ്റിനോട്ട് വരിക. ക്വസ്റ്റ്യനിൽ എ ബി 6 തന്നിട്ടുണ്ട്. എ ബി സൈഡിൻ്റെ മെഷർമെൻറ്റ് 6. ഓക്കെ ആണല്ലോ. പിന്നെ നോക്കിയേ, ബി സി സൈഡിൻ്റെ മെഷർമെൻറ്റ് 7.5. ബി സി സൈഡിൻ്റെ മെഷർമെൻറ്റ് 7.5 തന്നിട്ടുണ്ട്. സി ഡി 3 തന്നിട്ടുണ്ട്. സി ഡി 3 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എ ഡി സൈഡിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്താൽ പോരെ, ആ മെഷർമെൻറ്റ്സ് ഇവിടെ കൊടുത്താൽ മതി. എ ബിയുടെ വാല്യൂ 6 ആണ്. എ ബിയുടെ വാല്യൂ 6 ആണ്. 6 പ്ലസ് സി ഡിയുടെ വാല്യൂ 3 ആണ്. ഇനി എ ഡി കണ്ടുപിടിക്കണം. ബി സിയുടെ വാല്യൂ എന്താ, 7.5. അപ്പോൾ എയുടെ വാല്യൂ എന്ത് വരും, 9 മൈനസ് 7.5. 9 മൈനസ് 7.5 1.5 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഈ പ്രോപ്പർട്ടി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. ശരി, നെക്സ്റ്റ് വൺ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു തിയറം വെച്ച് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ നോക്കുക, ആദ്യം തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സ് അതിനകത്ത് മാർക്ക് ചെയ്യുക. എ പി 3 ആണ്. എ ആർ 6 ആണ്. എ ആർ 6, ആർ എസ് 9. കണ്ടുപിടിക്കേണ്ടത് പി ക്യു. അപ്പോൾ ചാടി കയറി ചെയ്യരുത്. 2 കോഡ്സ് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പോയിന്റ് എയിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ വരുന്ന റിലേഷൻ ഓർമ്മയുണ്ടോ, എ പി ഇൻറ്റു പി ക്യു ഈക്വൽ ടു എ ആർ ഇൻറ്റു ആർ എസ്. അങ്ങനെ ചെയ്ത് കളയരുത്. റിലേഷൻ വരുന്നത് എന്താ, എ പി ഇൻറ്റു പി ക്യു അല്ല, എ പി ഇൻറ്റു എ ക്യു ഈക്വൽ ടു എന്ത് വരും, എ ആർ ഇൻറ്റു ആർ എസ് അല്ല, എ ആർ ഇൻറ്റു എ എസ്. എന്നിട്ട് വാല്യൂസ് കൊടുക്കുക. എ പിയുടെ വാല്യൂ 3 ആണ്. എ ക്യുവിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല, കണ്ടുപിടിക്കാം. എ ക്യു ഈക്വൽ ടു എ ആർ 6 ആണ്. 6 ഇൻറ്റു എ എസ് എന്ത് വരും, 6 + 9 15. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പം എ ക്യുവിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 30. അപ്പോൾ എ ക്യു 30 ആണെന്നുണ്ടെങ്കിൽ പി ക്യു എന്ത് വരും, എ ക്യു 30 ആണ്.
പി ക്യു ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കുറച്ചാൽ മതി. എ ക്യൂന്ന് ഈ 3 കുറയ്ക്കുക. അപ്പോൾ 30 - 3 പി ക്യൂവിൻ്റെ വാല്യൂ എന്ത് വരും? 27 വരും. 27 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ തന്നിട്ടുണ്ട്. ഇൻ ദ ഗിവൻ ഫിഗർ ബി ഡി പാസസ് ത്രൂ ദി സെൻറ്റർ ഒ. ബി ഡി സെൻറ്റർ ഒയിൽ കൂടെ പാസ് ചെയ്യുവാണ്. അപ്പോൾ ബി ഡി എന്താ? ബി ഡി ഡയമീറ്റർ ആണ്. സെൻറ്റർ ഒയിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ ബി ഡി ഡയമീറ്റർ ആണ്. ഇനി എ ബി 12 ആണ്. എ സി 8 ആണ്. കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്. ഓക്കെ, ഇതിനകത്ത് 1-2 തിയറം വരുന്നുണ്ട്. 2 തിയറംസ് വരുന്നുണ്ട്. ഏതൊക്കെ തിയറംസ് ആണെന്ന് നോക്കുക. ഇതിപ്പം സെൻറ്ററാണ്. ഇത് സെൻറ്ററാണ്. എ ബി എന്താ? എ ബി ഒരു ടാൻജൻ്റ് ആണ്. എ ബി ഒരു ടാൻജൻ്റ് ആണ്. ടാൻജൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും റേഡിയസും കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരത്തില്ലേ? നമ്മൾ പഠിച്ച തിയറമാണ്. സെൻറ്ററിൽ നിന്നും ടാൻജൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ 90 ഡിഗ്രി വരും. ഓക്കെ ആണല്ലോ? ഇനി അതൊരു തിയറം. അടുത്ത തിയറം എന്താ? ഇതൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. എക്സ്റ്റേണൽ പോയിന്റ് എയിൽ നിന്നും ഒരു ടാൻജൻറ്റും വരച്ചു, ഒരു സീക്കൻറ്റും പോയിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന ടാൻജൻറ്റും എ ഡി എന്ന് പറയുന്നത് എന്താ? സീക്കൻറ്റുമാണ് അല്ലേ? അപ്പോൾ ടാൻജൻറ്റും സീക്കൻറ്റും നമ്മൾ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ടാൻജൻറ്റ് സ്ക്വയർ ഈക്വൽ ടു എ സി ഇൻറ്റു സി ഡി അല്ല, എ സി ഇൻറ്റു എ ഡി. അത് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എ ഡി അല്ലെങ്കിൽ സി ഡി മെഷർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താണ്ട് എ ബി സ്ക്വയർ പറയുമ്പോൾ 12ൻ്റെ സ്ക്വയർ 144 ഈക്വൽ ടു എ സിയുടെ വാല്യൂ 8 ഇൻറ്റു എ ഡി വരും. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എ ഡി ഈക്വൽ ടു എന്ത് വരും? 18 സെൻറ്റിമീറ്റർ വരും. ക്യാൻസൽ ചെയ്യുമ്പോൾ 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 ആയിരിക്കും. സി ഡി 10 ആയിരിക്കും. നല്ല മൊത്തത്തിൽ 18 വരത്തുള്ളൂ. ഇനി നമുക്ക് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കുക. ആ തിയറി അറിയാമെങ്കിൽ ഇവിടെ നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് നമുക്കറിയാം, അതിൻ്റെ ബേസ് അറിയാം, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് ചെയ്യുക? എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. പൈതഗോറസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഡി എന്ന് പറയുമ്പോൾ 18ൻ്റെ സ്ക്വയർ എന്ത് വരും? 324 ഈക്വൽ ടു എ ബി സ്ക്വയർ 144 പ്ലസ് ബി ഡി സ്ക്വയർ വരും. അപ്പോൾ ബി ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ബി ഡി സ്ക്വയർ ഈക്വൽ ടു 324 മൈനസ് 144. അത് നമുക്ക് 180 വരും. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക. ഈ 180 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ബി ഡി സ്ക്വയർ ഈക്വൽ ടു 180 വേണമെങ്കിൽ 36 × 5 എന്ന് എഴുതിക്കൂടെ? 36 × 5 എന്ന് എഴുതാം. എന്നിട്ട് റൂട്ട് എടുക്കുമ്പോൾ ബി ഡി ഈക്വൽ ടു 36 ആണ്. 36 റൂട്ട് 6 ആണ്. 5ൻ്റെ റൂട്ട് √5 എന്ന് എഴുതാം. അപ്പോൾ ബി ഡി ഈക്വൽ ടു 6√5 കിട്ടും. ബി ഡി എന്ന് പറയുന്നത് ഡയമീറ്ററാണ്. ഇത് മൊത്തത്തിൽ നമുക്ക് എന്ത് കിട്ടും? 6√5 കിട്ടും. ഓക്കെ, ഇനി റേഡിയസ് അല്ലേ ചോദിക്കുന്നത്? റേഡിയസ് നമുക്കറിയാമല്ലോ, ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പോൾ 6√5ൻ്റെ പകുതി റേഡിയസ് എന്ത് വരും? അപ്പം 3√5. അതിൻ്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് 3√5 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ 3√5, ഇവിടെ നിന്ന് വരെ 3√5, മൊത്തത്തിൽ 6√5 വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ 2 തിയറംസ് വരുന്നുണ്ട്. ആ 2 തിയറംസും പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആ ഫിഗറിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണം. ആ ഫിഗറിൽ നിന്ന് ഇന്ന തിയറം അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഗിവൺ ഫിഗർ ആംഗിൾ എ എം ബി ഇത് 130 ആണ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻഡ് ദി വാല്യൂ ഓഫ് ആംഗിൾ എ ബി ക്യൂ. ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നമ്മുടെ 12ാമത്തെ തിയറം വെച്ചുള്ള ക്വസ്റ്റ്യനാണ്. ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം. അതാണ് ടാൻജൻ്റ് ആണിത്. ടാൻജൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്നും കോഡ് വരച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കോഡും ടാൻജൻറ്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിളും സെയിം ആയിരിക്കും. ഇത് ഇവിടുത്തെ ആംഗിൾ എന്താണോ അതായിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഇവിടുത്തെ ആംഗിൾ എവിടെ വരുന്നത്? ഇവിടുത്തെ ആംഗിൾ ആയിരിക്കും നേരെ എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്.
ഇത് 130 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത് 130 ആണെന്നുണ്ടെങ്കിൽ അതായത് നോക്കുക, ഇവിടുത്തെ ആംഗിൾ നേരെ ഇവിടെ വരും, ഇവിടുത്തെ ആംഗിൾ നേരെ ഇവിടെ വരും. പറഞ്ഞ മനസ്സിലായോ? ഈ രണ്ട് ആംഗിളിൻ്റെ സംബന്ധം ആയിരിക്കും 180 ആയിരിക്കും. 180 നിന്ന് കുറയ്ക്കുക, 180 മൈനസ് 130 എന്ത് വരും? ഇവിടെ 50 ആയിരിക്കും. ഈ 50 ആയിരിക്കും എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. ഓക്കെ, ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് തിയറം ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ തിയറം വെച്ച് ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? കോഡും ടാൻജൻറ്റും മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിളും അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ സെയിം ആയിരിക്കും. അതിൽ ഇവിടുത്തെ ആംഗിൾ ആയിരിക്കും ഇതാ ഇവിടെ വരുന്നത്. ഇത് 130 ആണെന്നുണ്ടെങ്കിൽ 180 കുറച്ചാൽ മതി, എന്ത് വരും? 50 ഡിഗ്രി വരും. ആംഗിൾ ABQ ആണ് ചോദിക്കുന്നത്. ആൻസർ 50 ഡിഗ്രി ആണ്. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് 2 ഈക്വൽ സർക്കിൾസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ഓഫ് 2 ഈക്വൽ സർക്കിൾസ് അതിൻ്റെ വാല്യൂ ആണ് എന്ത്? 10. ഇനി രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് സെയിം ആണ്, 3 സെൻറ്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് TCT ആണ്. ഡയറക്റ്റ് ഫോമുല വെച്ചുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഫോമുല എഴുതി ഡയറക്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി. ലെങ്ത് ഓഫ് TCT ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ സ്ക്വയർ TCT ആണ് മൈനസ് R1 പ്ലസ് R2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഫോമുല. അപ്പോൾ പഠിച്ച ഫോമുല ഇവിടെ അങ്ങ് എഴുതുക. TCT വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, DCT വരുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. തെറ്റിക്കരുത്. ഇനി വാല്യൂസ് കൊടുക്കുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ലെങ്ത് ഓഫ് TCT ആണ്. നമുക്ക് കണ്ടുപിടിക്കണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ പറയുന്നുണ്ട് 10 സെൻറ്റിമീറ്റർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് 10, അതിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണ്. ആണെങ്കിൽ 3 + 3 വരും. 3 + 3 എന്ത് വരും? 6, അതിൻ്റെ സ്ക്വയർ വരും. അപ്പോൾ റൂട്ട് ഓഫ് 100 മൈനസ് 36 റൂട്ട് 64 വരും. റൂട്ട് 64 എന്താ? 8. അപ്പം ആ ലെങ്ത് ഓഫ് TCT എത്ര ആയിരിക്കും വരുന്നത്? ലെങ്ത് ഓഫ് TCT വരുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്തത് DCT വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. DCT ലെങ്ത് ഓഫ് DCT ഓഫ് 2 സർക്കിൾസ് ഓഫ് റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഒന്ന് R1 എടുക്കാം, ഒന്ന് R2 എടുക്കാം. രണ്ടിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇനി ലെങ്ത് ഓഫ് DCT ആണ് എന്ത്? ലെങ്ത് ഓഫ് DCT ആണ് ഈ 12 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് DCT 12 സെൻറ്റിമീറ്റർ. വാട്ട് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്? ഓക്കെ, സെൻറ്റേഴ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആണെന്ന് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്ത് ഓഫ് DCT ഫോമിൽ എഴുതുക. ലെങ്ത് ഓഫ് DCT എന്ത് വരും? റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ സ്ക്വയർ മൈനസ് എന്താ? R1 മൈനസ് R2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? DCT വരുമ്പോൾ ഇവിടെ മൈനസ് വരും. ഓക്കെ ആണല്ലോ? ഇനി ലെങ്ത് ഓഫ് DCT തന്നിട്ടുണ്ട് എത്ര? 12. ലെങ്ത് ഓഫ് DCT തെറ്റിക്കരുത്. ലെങ്ത് ഓഫ് DCT ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് അതിൻ്റെ സ്ക്വയർ മൈനസ് R1 മൈനസ് R2 ദ ഹോൾ സ്ക്വയർ. അപ്പം 8 മൈനസ് 3 ചെയ്യുക, 5 ആണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കിവിടെ 25 വരും. ഇനി രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. ഈ റൂട്ട് മാറ്റാൻ വേണ്ടി രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 144 ഈക്വൽ ടു D² മൈനസ് 25 എന്ന് പറഞ്ഞ് വരും. D² മൈനസ് 25. അതിൽ നിന്ന് D² ഈക്വൽ ടു എന്ത് കിട്ടും? D² ഈസ് ഈക്വൽ ടു 169 വരും. D² ഈക്വൽ ടു 169. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് വരും. ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര വരും? 13 വരും. 13 ആണ് ആൻസർ. അപ്പോൾ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. അപ്പം നമ്മളിപ്പം ജോമെട്രി ലാസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോവുകയാണ്. നമ്മളിവിടെ കുറേ പ്രോപ്പർട്ടീസും തിയറംസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ പ്രോപ്പർട്ടീസും തിയറംസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ HUB നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സസും കാര്യങ്ങളും തരുന്നത് അല്ലേ? വാസ്റ്റായിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ അത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ തിയറംസും പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എവിടെയും ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കുന്നില്ല. അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എക്സാംസ് അതുപോലെ എക്സാംസ് വരുമ്പം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കണ്ടിന്യൂസ് റിവിഷൻ വേണം. ഇതുപോലത്തെ ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. അതനുസരിച്ച് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഈ ക്ലാസ്സിൽ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ ഇതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം.
എന്നാലേ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, എന്താ പറയുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ കോഡ്സ് ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റർ ഈച്ച് ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 പാരലൽ കോഡ്സ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സർക്കിൾ എടുക്കുന്നു, ഇവിടെ 2 പാരലൽ കോഡ്സ് ഉണ്ട്. ആ പാരലൽ കോഡ്സിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഈ പാരലൽ കോഡ്സിൻ്റെ രണ്ടിൻ്റെയും മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഈ കോഡിൻ്റെ മെഷർമെൻറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്, ഈ കോഡിൻ്റെ മെഷർമെൻറ്റ് 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് പരസ്പരം പാരലലുമാണ്. ഇനി എന്താ പറയുന്നത്? ഡയമീറ്റർ 10 തന്നിട്ടുണ്ട്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം റേഡിയസ് എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് ഈ പാരലൽ കോഡ്സ് തമ്മിലുള്ള അകലമാണ്. സപ്പോസ് ഇതാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. നമ്മൾ സെൻറ്ററിൽ നിന്നാണല്ലോ ഡിസ്റ്റൻസ് എടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും അതിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പാരലൽ കോഡ്സ് തമ്മിലുള്ള അകലം കിട്ടും. ഇത് സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം. സെൻറ്ററിൽ നിന്നും കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അത് പെർപെൻഡിക്കുലർ വെറും പെർപെൻഡിക്കുലർ മാത്രമാണോ? അല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂടിയായിരിക്കും. സെൻട്രലിൽ നിന്നും കോഡിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ടർ കൂടിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ 8 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 വരും, ഇവിടെയും 4 വരും. അതുപോലെ ഇത് മൊത്തത്തിൽ 8 അല്ലേ, അപ്പോൾ ഇതും 4 വരും, ഈ ഒരു മെഷർമെൻറ്റും 4 ആയിരിക്കും. ഓക്കെ ആണല്ലോ. പിന്നെ റേഡിയസ് എന്താ? 5 ആണ്. അപ്പോൾ റേഡിയസ് 5 ആണെന്നുണ്ടെങ്കിൽ ആ റേഡിയസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തൂടെ? അല്ലേ, സെൻറ്റർ ടു ബൗണ്ടറി റേഡിയസ് അങ്ങനെ മാർക്ക് ചെയ്തൂടെ? ഇനി നിങ്ങൾ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് 5, ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടനസ് 5, ബേസ് 4 ആണെന്നെങ്കിൽ ഹൈറ്റ് എന്തേ വരത്തുള്ളൂ? നമുക്കറിയാം 3, 4, 5 പൈതോറൻ ട്രിപ്ലറ്റ് ആണ്. അതിൽ 4ഉം 5ഉം വന്നു കഴിഞ്ഞാൽ 3 ആയിരിക്കും ഇവിടെ വരുന്നത് ഹൈറ്റായിട്ട്. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ താണ്ട റേഡിയസ് പിന്നെയും നമുക്ക് മാർക്ക് ചെയ്യാം. റേഡിയസ് പിന്നെയും നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തൂടെ? റേഡിയസ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ബേസ് 4 ആണ്, ഇവിടെ ഹൈപ്പോട്ടനസ് 5 വരും. ഇവിടെ പോലെ തന്നെ ഇവിടെയും വരുന്നത് ഹൈപ്പോട്ടനസ് 5, ബേസ് 4 ഇവിടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് വരും 3 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 പാരലൽ കോഡ്സ് തമ്മിലുള്ള അകലം എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇവിടെ സെൻറ്റർ വരെയുള്ള അകലം 3 ആണ്, ഈ കോഡ് ഇവിടുന്ന് സെൻറ്റർ മുതലുള്ള അകലം 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ പാരലൽ കോഡ്സ് തമ്മിലുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ 3 + 3 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ആ പാരലൽ കോഡ്സ് തമ്മിലുള്ള അകലം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 12 ക്വസ്റ്റ്യൻസോളം സർക്കിൾസിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സർക്കിൾസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്താലും കൂടുതലും ജോമെട്രിയിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഒരു എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യൻസ് സർക്കിൾസിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ജോമെട്രി ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.